സാറേ, എനിക്കൊരു ഡൗട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കല്യാണപ്രായമുള്ള ആൾക്കാരെ പറ്റിയുള്ള ഒരു ഡൗട്ടാണത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരും നാട്ടുകാരൊക്കെ കല്യാണം കഴിക്കില്ല, സ്വന്തക്കാരൊക്കെ വന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു പറയുമ്പോൾ അവർ വന്നിട്ട് ഇപ്പോഴത്തേക്ക് അതിന് സമയമായിട്ടില്ല, ഞാൻ അതിന് റെഡിയല്ല, എനിക്ക് കുറച്ചും കൂടെ സമയമാണ്. ഇപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ പറയുന്നത് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഇമോഷണലി സ്റ്റേബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവരൊക്കെ സ്റ്റേബിൾ ആയി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ പിടിച്ചിരുത്തി ഒരു മൊമെൻറ്റിൽ കൊണ്ട് അവരെടുത്തി ഇത് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ഫോഴ്സ് ചെയ്യുന്നൊരു സമയത്തായിരിക്കും അവർ ചിലപ്പോൾ ഈ പിള്ളേർ പറയാൻ പോകുന്നത് ഞാൻ ഹോമോസെക്ഷൽ ആണ്, ഇല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് ആണ്, ട്രാൻസ്മെൻ ആണ്, അല്ലെങ്കിൽ ട്രാൻസ് വിമൺ ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പാരൻ്റൽ സൈഡിൽ നിന്ന് ആ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് പാരൻസിനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ സൈക്കോളജി സെഷൻസിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയുന്ന വ്യക്തികൾ, ആ ഇൻഡിവിജ്വൽസിനെ നമുക്ക് സൈക്കോളജിക്കലി ഹെൽപ്പ് ചെയ്ത് അവർ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നോർമൽ മനുഷ്യൻ, ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എത്തിപ്പിക്കാൻ പറ്റുമോ നമുക്കവരെ? അവർ പറഞ്ഞതിൻ്റെ അകത്തൊരു ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ചോദിച്ച രണ്ടാമതായിട്ട് ചോദിച്ചത് എന്താ, നോർമൽ ആക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ? അതിൻ്റെ അർത്ഥം അവർ അബ്നോർമൽ ആണെന്നല്ലേ? ആരാണ് ഇത് അബ്നോർമൽ ആണെന്ന് പറഞ്ഞത്? ഓക്കെ, ആരാണിത് അവർ അബ്നോർമൽ ആണ് എന്നാണ് ആരാണ് പറഞ്ഞത്? അത് നമ്മുടെ സദാചാരമാണ് പറഞ്ഞത്, നമ്മുടെ മതമാണ് പറഞ്ഞത്, നമ്മുടെ ചില വിശ്വാസങ്ങളാണ്, ശരിതെറ്റുകളുടെ ചില വിശ്വാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോർമലല്ല എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നോർമലാണോ അല്ലയോ. രണ്ടാമത്തെ കാര്യം, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം. അതായത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണോ അതോ കയ്യൂക്കോടെ കൈകാര്യം ചെയ്യണോ? എന്താ കയ്യൂക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കയ്യൂക്ക് പരിപാടി. അടുത്ത് ശാസ്ത്രീയമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അതിൻ്റെ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത്, അതാണ് ശാസ്ത്രീയത. ഇതിൽ ഏതിനെ ബാധിക്കുന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്ത് കയ്യൂക്കോടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ പറയാണ്, ഞാൻ ആണാണ്, ശരിയാണ്, പക്ഷേ എനിക്ക് ആണിനോട് തന്നെയാണ് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് പെണ്ണെ കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്ങനെ അവരെ കല്യാണം കഴിപ്പിച്ചാൽ പ്രശ്നം സോൾവ് ആകുമെന്നാണ് അവരുടെ വീട്ടുകാരുടെ ധാരണ. ഇങ്ങനെ ഒരു അവസ്ഥ സ്വന്തം ജീവിതത്തിൽ പറഞ്ഞാൽ പേരൻസ് എന്തായിരിക്കും പറയാ, അതല്ലേ ഉള്ളൂ, എന്തായാലും അവർ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും, ഒരു പെണ്ണിനോട് കിടന്നാൽ സോൾവ് ആവുമെന്നല്ലേ ചിന്തിക്കുക. എത്രയോ കേസാണെന്നറിയോ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം വേണ്ട, പറ്റില്ല, പക്ഷെ അത് കല്യാണം കഴിച്ചാൽ മാറും എന്നോർത്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. ഇനി ട്രാൻസ്ജെൻഡറിസം, ഒരാൾ പറയുകയാണ് എനിക്ക് പെണ്ണായിട്ടാണ് തോന്നുന്നത്, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ആണായിട്ട് ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ മനസ്സ് ശരിക്കും പെണ്ണാ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സദാചാര ഒരിതിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫിൽ, നമ്മുടെ റൈറ്റ് ആൻഡ് റോങ്, നമ്മുടെ കോൺസെപ്റ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ഒരാണ് പെണ്ണാകുക, പെണ്ണാണാകും. അതൊക്കെ അവിടെയും പ്രശ്നമാണ്. അവിടെ സാധാരണ ചെയ്യുന്നത് അവരെ വീണ്ടും പഴയ പോലെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. പലതരം കൗൺസിലേഴ്സ് ഉണ്ട്, എന്താണ് ഇങ്ങനെ മതപരമായ കൗൺസിലേഴ്സ് ഉണ്ട്, പറഞ്ഞ് ബോധിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്യും എന്നൊക്കെ കരുതുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവരൊക്കെ മാറ്റും എന്നുള്ളതാണ് അവരുടെ ധാരണ. കൺവേർഷൻ തെറാപ്പികൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിലോ സെക്ഷൽ ഐഡൻറ്റിറ്റിയിലോ ഒരു വ്യത്യാസം ഉള്ളവരെ അവർ നോർമലല്ല എന്ന് കരുതി അവരെ നോർമൽ, സോ കോൾഡ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുക, ആണായിട്ട് തന്നെ ഫീൽ ചെയ്യുക, ഇതാണ് സോ കോൾഡ് നോർമൽ ഇവിടെ. ഓക്കെ, അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന തെറാപ്പികളെല്ലാം, ഹിപ്നോട്ടിസ് അടക്കം പ്രാക്ടീസ് ചെയ്യുന്ന, എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അത് അമേരിക്കയിൽ ശരിക്കും ലീഗലി ബാൻഡാണ്. ഇന്ത്യയിലും ലീഗലി ബാൻഡ് ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല, അല്ലാന്ന് എനിക്ക് തോന്നുന്നത്, അത് അത്ര ആയിട്ടില്ല. പക്ഷേ അത് എത്തിക്കലി റോങ് ആണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൺവേർഷൻ തെറാപ്പി. അതായത് ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിലോ സെക്ഷൽ ഐഡൻറ്റിറ്റിയിലോ ഒരു വ്യത്യാസം ഉള്ളവരെ തിരിച്ച് പഴയതുപോലെ നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് മാറ്റാനുള്ള സൈക്കോ തെറാപ്പിയുടെ ചില ടൂൾസ് ഉപയോഗിച്ച് ട്രൈ ചെയ്യുന്നതിനാണ് കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്തിക്കലി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. മുമ്പ് പറഞ്ഞ കാര്യം, പേരൻസിൻ്റെ വിഷമം. തീർച്ചയായും കഷ്ടപ്പെട്ട് ഇത്ര വളർത്തി വലുതാക്കിയ ഒരു മകള് ഓറിയൻറ്റേഷൻ വേറെയാണ്, ഐഡൻറ്റിറ്റി വേറെയാണെന്നൊക്കെ പറയുമ്പം പേരൻസിന് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്. പേരൻസ്, സഹോദരങ്ങൾ, അടുത്ത ക്ലോസ് ബന്ധുക്കൾ, സമൂഹം, അവർക്കുണ്ടാകുന്ന വേദന, ഒരു ചേഞ്ചാണത്. പെട്ടെന്ന് അറിയുന്ന ഒരു ഷോക്കാണ്. ആ ഷോക്ക്, വേദന, അതെങ്ങനെ കൈകാര്യം ചെയ്യും? രണ്ടാമത്, നമ്മൾ ചിന്തിക്കാത്ത വേറൊരു വശമുണ്ട്. നമ്മുടെ സദാചാര സമൂഹമോ ചിലപ്പോൾ നമ്മുടെ കുടുംബവും മനസ്സിലാക്കാത്ത വലിയൊരു വിഷമമാണ് ആ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയുടെ വേദന.
കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു ഓറിയൻറ്റേഷൻ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ശരീരത്തിൽ ആണാണ് അല്ലെങ്കിൽ ശരീരത്തിൽ പെണ്ണാണ്, പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്, അതർ ജെൻഡറായിട്ട് ഫീൽ ചെയ്യുന്നത്, ശരിക്കും അവരുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരുടെ അനുഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ബുദ്ധിമുട്ട്, അവരുടെ വൈകാരിക പ്രശ്നങ്ങൾ അത് പലരും മനസ്സിലാക്കാറില്ല. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു കല്യാണ സമയം വരുമ്പോൾ. കാരണം ഇവർക്ക് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ വരാവുന്ന പ്രശ്നം കൊണ്ട് ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അത്ര ചെറുപ്പത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അമ്മേ എനിക്ക് ആണിനോടാണ് തോന്നുന്നത് കേട്ടോ എന്ന് ആണിന് പറയില്ല, അപ്പടിയിട്ടും. അതുപോലെ ഞാൻ ആണാണ് അമ്മേ, പക്ഷേ എങ്കിലും ശരിക്കും ഞാൻ പെണ്ണാണ് അമ്മേ എന്ന് ഒരു കൊച്ചുമൊന്നും പറയില്ല ചെറുപ്പത്തിൽ. അതുപോലെ പെൺകുട്ടികളും പറയില്ല, അമ്മേ ഞാൻ ശരിക്കും വേഷത്തിൽ പെണ്ണാണെങ്കിലും കാഴ്ചയിൽ പെണ്ണാണെങ്കിലും എൻ്റെ മനസ്സ് ഞാൻ ആണാണമ്മേ എന്ന് ഒരു പെങ്കൊച്ചും പറയാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ ഒരു ഘട്ടം വരെ അവരത് ഉള്ളിലുള്ളത് അവരിങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർ ഒതുക്കി വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്ര ഓപ്പൺനെസ് ഉള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് വേണം, അത് വളരെ കുറവായിരിക്കും. ഏതായാലും ഇതൊക്കെ വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ മാരേജിൻ്റെ സമയം. അത് വരുമ്പം അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ അഡൾട്ടുള്ളിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഇതിലേക്കൊക്കെ വരുമ്പോൾ സമയത്തായിരിക്കും അവർക്ക് തോന്നും എന്തോ ഒരു വ്യത്യാസമുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് വിവാഹ സമയമാകുമ്പോൾ. ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഈ വിവാഹത്തെ മരുന്നായിട്ട് പേരൻസ് കാണരുത്, ബന്ധുക്കളും കാണരുത്. അത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഓറിയൻറ്റേഷനിലോ ഐഡൻറ്റിറ്റിയിലോ പ്രശ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇനി ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, രഹസ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ആരെയാണോ, ഇതൊന്നും പറയാതെ രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ച് പരസ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ആരെയാണോ ആ വ്യക്തിയുടെ ജീവിതവും കുളവും. അത് ലൈഫ് ലോങ് പ്രോബ്ലമാണ്. അങ്ങനത്തെ ഒരു ചതി ആരോടും ചെയ്യരുത്. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആ കല്യാണ ആലോചനകൾ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് സോക്കോൾഡ് പ്രോബ്ലം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓറിയൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ. അപ്പോൾ അതിന് ആരെയാണ് കാണിക്കേണ്ടത്? അവിടെ നോക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അവരെ ഏത് തരത്തിലാണോ ആക്കേണ്ടത് അതിന് പറ്റിയ ഒരാളെടുത്ത് കൊണ്ടുപോകുന്നുള്ളതല്ല ചെയ്യേണ്ടത്. അതിന് പറ്റിയ ചില ആത്മീയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കൂടത്രക്കാരുണ്ടാവും, അല്ലെങ്കിൽ മന്ത്രവാദികളുണ്ടാവും, അല്ലെങ്കിൽ ഉപദേശികളുണ്ടാവും, അതിന് പറ്റുന്ന ചില സദാചാര ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്പിരിച്വലായ ആൾക്കാരുണ്ടാവും, ഈ റൈറ്റ് ആൻഡ് റോങ് മോറൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്തല്ല പോകേണ്ടത് പ്രൊഫഷണലായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ അടുത്താണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ, അവരുടെ മുമ്പിൽ ഇതിൻ്റെ ശരിതെറ്റുകൾ അല്ല പ്രധാനപ്പെട്ടത്, അവരതിൻ്റെ ആ വ്യക്തിയുടെ കണ്ടീഷൻ എന്താണ് എന്നാണ് അവർ നോക്കുക. അവർ ഒബ്ജക്റ്റീവായിട്ടാണ് അനലൈസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓറിയൻറ്റേഷനിൽ ശരിക്കും എന്താണ് അവരുടെ ഓറിയൻറ്റേഷൻ, അവരുടെ സെക്ഷുവൽ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് സൈക്കോമെട്രിക് ആയ അല്ലെങ്കിൽ ശാസ്ത്രീയമായ അപ്രോച്ചുകളുണ്ട്. അത് ശാസ്ത്രീയമായ അപ്രോച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും അവർ പറയുന്ന വാക്കുകൾ മാത്രമല്ല എടുക്കുന്നത്, അവരുടെ ചൈൽഡ്ഹുഡ് മുതലേയുള്ള അവരുടെ ജീവിത ചരിത്രങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കും. അവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ, അവരുടെ മനസ്സിൽ അവരുടെ ഇമോഷൻസ്, അവരുടെ തോട്ട്സ്, അവരുടെ ഇതുവരെയുള്ള അവരുടെ സെക്ഷുവൽ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്ഷുവൽ എക്സ്പീരിയൻസ്, അതുപോലെ പല കാര്യങ്ങൾ, അവരുടെ ഒരു പ്ലഷറിൻ്റെ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഇതെല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് അവർ ഇതിനകത്ത് അവരുടെ ഒരു അസസ്മെൻറ്റ് പറയുക, ആ ഓറിയൻറ്റേഷനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ അവിടം വരെ എത്തുന്നതിന് നമ്മളെ പ്രൊഫഷണലായ ആൾക്കാരെ തന്നെ കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ഷമ പേരൻസിനും വളരെ അടുപ്പമുള്ളവർക്ക് ഉണ്ടാവണം. പലപ്പോഴും ക്ഷമ ഉണ്ടാവാറില്ല. ഇനി അങ്ങനെ അല്ലാതിരിക്കാനുള്ള ചില സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫഷണലായിട്ട് അതിനെ അസസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ ചിലതരം ആങ്സൈറ്റികൾ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാക്കും. ഉദാഹരണമായി ഫോർബിഡൻ ആങ്സൈറ്റി, നമ്മൾ OCD ഒക്കെ അനുഭവിക്കുന്നതിൽ കാണുന്ന പാടില്ലാത്ത ചില സംഭവങ്ങൾ. അവർക്ക് ചിലപ്പോൾ ആ ചിന്ത വല്ലാതെ അവരെ ബാധിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ തോന്നും എൻ്റെ ഐഡൻറ്റിറ്റി വേറെയാണ്, എനിക്ക് ശരിക്കും എൻ്റെ ഓറിയൻറ്റേഷൻ വേറെയാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവാം. അപ്പോൾ അങ്ങനെയാണോ എന്നും കൂടെ പരിശോധിക്കണം. അത് അവരുടെ ഓവർ തിങ്കിങ് കൊണ്ട് തോന്നുന്നതാണോ, ആങ്സൈറ്റി കൊണ്ട് തോന്നുന്നതാണോ, അതോ ശരിക്കും അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷനിലും അതുപോലെ സെക്ഷൽ ഐഡൻറ്റിറ്റിയിലുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണോ, അതൊക്കെ അവർ മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ ഈ പ്രൊഫഷണലിനാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഇനി കണ്ടെത്തി എന്ന് കരുത്, ഒരു ആളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, സെക്ഷൽ ഐഡൻറ്റിറ്റി ഒരു സാധാരണ പോലെയല്ല, ഡിഫറെൻ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
കുടുംബക്കാർ എന്ത് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത്, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. Of course. അതിൽ ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ആ വ്യക്തി, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തിയാണല്ലേ. സദാചാരം അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ആ കൊച്ചിനെ പറ്റിയുള്ള ഫ്യൂച്ചറിലേക്കുള്ള സ്വപ്നങ്ങളും അതും അവരുടെ കല്യാണത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ വാല്യൂ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ആ വ്യക്തിയാണ്. ആ വ്യക്തിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വ്യക്തിയല്ലേ. ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ആ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരോട് എമ്പതറ്റിക്കായിട്ട് പെരുമാറണം. അവർ എന്താണ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലായ അക്സെപ്റ്റൻസ്. നമ്മുടെ മകളോ മകനോ ആവാം, ആണോ പെണ്ണോ ആവാം, നമുക്കറിയില്ലായിരുന്നല്ലോ, ഉണ്ടായി കഴിയുമ്പോഴല്ലേ അറിയുന്നേ. അതുപോലെ അവരുടെ ഡെവലപ്മെൻറ്റിൽ വരാവുന്ന മാറ്റങ്ങളെ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതാണ് ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മകനാണെങ്കിൽ മാത്രം, മകളാണെങ്കിൽ മാത്രം, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ഞങ്ങളുള്ളൂ എന്ന് പറയുന്നത് ശരിക്കുള്ള സ്നേഹം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു കെയറും സ്നേഹവും വേണം, എമ്പതറ്റിക് ആവണം. ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ ആ എമ്പതി വേണം. അതിനെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ കാണണം. അല്ലാതെ നമുക്ക് ചേർന്ന ഒരു തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാം എന്ന് കരുതരുത്. അത് അവരോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. ഇനി അത് സമൂഹത്തിലുള്ള നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവരെ നാട് കടത്തുക, ഇതൊന്നും ശരിയായ രീതിയല്ല. അപ്പം അത് ശരിക്കും ശാസ്ത്രം വളരുന്നത് അനുസരിച്ച്, അറിവ് വളരുന്നത് അനുസരിച്ച് സമൂഹമാണ് മാറേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നും പഴയ നൂറ്റാണ്ടിൽ കിടക്കില്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളോട് നമ്മൾ റെസിസ്റ്റൻ്റ് ആയിട്ട് നിന്നൊരു കാര്യമില്ല. അതാണ് അവരോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമീപനം നമുക്ക് വേണം.